ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമി എന്നത് ശക്തിയുടെയും ശുദ്ധിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമായ ദേവതയാണ്. വിശ്വാസത്തോടെയും വ്രതശുദ്ധിയോടെയും ഏതൊരു ഭക്തനും ഈ തിരുനടയിലെത്തി 21 ചൊവ്വാഴ്ചകളിൽ ഒറ്റനാരങ്ങ വഴിപാട് നടത്തിയാൽ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങും. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കിത്തരണേ ഭഗവാനെ എന്നും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ കൈവിടാറില്ല. പത്തനംതിട്ട ജില്ലയിലെ വകയാറിൽ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന അഭീഷ്ടവരദായകനായ ശങ്കരൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുൻപിൽ പാരമ്പര്യ വിധിപ്രകാരം വ്രതശുദ്ധിയോടുകൂടി നടത്തുന്ന ഒറ്റനാരങ്ങ വഴിപാട് ഇതിനോടകം തന്നെ സമീപ ജില്ലകളിലും പ്രസിദ്ധിയാർജിച്ചതാണ്. ലളിതവും എന്നാൽ അത്യന്തം ഫലപ്രദവുമായ ഈ വഴിപാട് സമർപ്പിക്കുന്നതിനായി ഭക്തജനങ്ങൾ കേട്ടറിഞ്ഞ് ഈ ക്ഷേത്രനടയിലെത്തുന്നു. ദോഷനിവാരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമായി ശാസ്ത്രങ്ങളിൽ പറയുന്ന മഹാലക്ഷ്മി സാന്നിധ്യമുള്ള നാരങ്ങയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിഹ്നമായ ഒറ്റ രൂപ നാണയവും ശുദ്ധമായ മനസ്സിനെയും സത്യസങ്കല്പത്തെയും സൂചിപ്പിക്കുന്ന വാഴയിലയും വെളുത്ത പൂക്കളും ശുദ്ധ മനസ്സോടും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയും സുബ്രഹ്മണ്യ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് ഒറ്റനാരങ്ങ വഴിപാട്. സന്താനഭാഗ്യം ലഭിക്കുന്നതിനും അവരുടെ ഉയർച്ചയ്ക്കും വിവാഹം തടസ്സമില്ലാതെ നടക്കുന്നതിനും ജാതകച്ചേർച്ചയില്ലാതെ നടത്തിയ വിവാഹങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും പഠനത്തിലും തൊഴിലിലും വിജയം കൈവരിക്കുന്നതിനും ജാതകത്തിലെ ചൊവ്വയുടെ ദോഷം ശമിപ്പിക്കുന്നതിനുമാണ് ഭക്തജനങ്ങൾ 21 ചൊവ്വാഴ്ചകളിൽ ഈ ക്ഷേത്രത്തിൽ ഒറ്റനാരങ്ങ വഴിപാട് നടത്തുന്നത്. ഓർക്കുക, വഴിപാടിൻ്റെ ശക്തി വസ്തുവിലല്ല, മറിച്ച് ഭക്തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിലാണ്.